ഹായ്. അപ്പോൾ ഇന്ന് മാസ് വേൾഡിൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലെനോവൻ്റെ എല്ലാ അടിപൊളി ഒരു ലാപ്ടോപ്പാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെനോവൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു മോഡലാണ് തിങ്ക്പാഡ് എന്നുള്ള മോഡൽ. തിങ്ക്പാഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള E16U7 എന്നിട്ടുള്ള മോഡലാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് അൾട്രാ 7 155H പ്രൊസസ്സർ വരുന്ന ഒരു മോഡലാണ് Gen 2. ഇതിൻ്റെ മുന്നത്തെ മോഡലാണ് Gen 1. അത് നമ്മൾ ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ ഡീറ്റെയിൽ എല്ലാം മാനുവലായിട്ട് എല്ലാവരും നോക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൽ വിശദീകരിച്ച് തരും. പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മളെ ലെനോവൻ്റെ തിങ്ക്പാഡ് എന്ന സാധനം ഇതാണ്. ഇതിൽ ഓൾറെഡി ബോക്സ് ഇങ്ങനെ തന്നെയാണ്. പഴയ മോഡൽസിനും എല്ലാത്തിനും വരുന്നത് ബോക്സ് ഇൻക്ലൂഡിങ് ബാഗാണ്. ഇതിൻ്റെ ബോക്സിനകത്ത് ഒരു ബാഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഇനി നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇങ്ങനെ ഒരു സീൽഡാണ് ഇതിൻ്റെ ബോക്സിന് വരുന്നത്. നമുക്കിവിടെ കട്ട് ചെയ്താൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് നമുക്കിതാ ഒരു 15.6-ൻ്റെ ടോപ്പ് ലോഡ്, അതായത് 15.6-ൻ്റെ ലെനോവൻ്റെ ഓൺ ബ്രാൻഡ് തന്നെ ബാഗ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ സൈഡ് ബാഗാണ് വരുന്നത്. ഇതാണ് നമ്മളെ ലാപ്ടോപ്പ് തിങ്ക്പാഡ്. ഇതിവിടെ ഇരിക്കട്ടെ. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. ഇങ്ങനെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഈ ബോക്സിനകത്ത് ഒന്നുമില്ല, പഴയ വന്നിരുന്ന അതേ സിസ്റ്റം തന്നെയാണ് വരുന്നത്. ഒരു പവർ കേബിളും ഒരു ചാർജിങ് അഡാപ്റ്ററുമാണ് വരുന്നത്. ചാർജിങ് അഡാപ്റ്റർ ടൈപ്പ് സി ആണ്. ഈ ചാർജിങ് അഡാപ്റ്റർ വരുന്നത് 65 വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ് ഈ വരുന്നത്. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 65 വാട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ലാപ്ടോപ്പിക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മളെ ലാപ്ടോപ്പിൻ്റെ കവറ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മളെ ലെനോവൻ്റെ തിങ്ക്പാഡ് E16U7 എന്ന് പറഞ്ഞാൽ അൾട്രാ 7 155H പ്രൊസസ്സർ വരുന്ന പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ Gen 2. ലെനോവൻ്റെ Gen 2 മോഡലായിട്ടുള്ള തിങ്ക്പാഡ് വരുന്നു. ലെനോവൻ്റെ തിങ്ക്പാഡിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയിലാണ് ഈ തിങ്ക്പാഡ് ഇവർ പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫ്രണ്ടിൽ തന്നെ കാണാം തിങ്ക്പാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ് ഉണ്ടാവും ലെനോവൻ്റെ. പിന്നെ ഇതിൽ വരുന്ന സ്ലോട്ടുകൾ, ഒരു HDMI സ്ലോട്ട് ഈ സൈഡിൽ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഓഡിയോ ജാക്ക് ഉണ്ട്, 3.5mm ഓഡിയോ ജാക്ക്. അതേപോലെ HDMI കേബിൾ, ഒരു USB-A പോർട്ട് വരുന്നുണ്ട്. USB-A 5GB സ്പീഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2 ടൈപ്പ് സി പോർട്ട് ഉണ്ട്, ഒന്ന് ചാർജറിനും ഒന്ന് ഡാറ്റക്കും. അങ്ങനെയാണ് 2 ടൈപ്പ് സി പോർട്ട് വന്നിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് പോർട്ട് വരുന്നുണ്ട്. ഇതിൽ ചില മോഡൽസിലൊന്നും നെറ്റ്വർക്ക് പോർട്ട് വരാറില്ല. കൂടുതലും പുതിയ മോഡൽസിലൊന്നും നെറ്റ്വർക്ക് പോർട്ട് വരാറില്ല. പക്ഷേ ഇതിൽ നെറ്റ്വർക്ക് പോർട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ലാപ്ടോപ്പ് ലോക്ക് ചെയ്യാനുള്ള ഒരു സ്ലോട്ടാണ്. പിന്നെ വന്നിട്ടുള്ളത് USB-A 10GB സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു USB സ്ലോട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്ലോട്ടുകൾ വരുന്നത്. 1.81 kg വരുന്ന ഈ ലാപ്ടോപ്പിൻ്റെ ബോഡി വരുന്നത് അലുമിനിയം ബോഡിയാണ് ഈ വരുന്നത്. നല്ല അടിപൊളി ഡിസൈനിങ്ങും നല്ല അത്യാവശ്യം ഹെവിയാണ്. ഒരു 1.81 kg ആണ് വരുന്നത്. അത് ഏകദേശം ഒരു 2 കിലോൻ്റെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയും നല്ല ഷേപ്പും ഷാർപ്പൊക്കെ ഉള്ള അടിപൊളി മോഡലാണ്. ബാക്ക് സൈഡ് നോക്കിയാൽ കാണാൻ പറ്റും 2 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അർമാൻ്റെ സ്പീക്കേഴ്സാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ സപ്പോർട്ടറായിട്ട് വന്നിട്ടുള്ളത്. 2 സ്പീക്കേഴ്സ് ഉണ്ട് ബാക്ക്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. നല്ല അടിപൊളി ഡിസൈനിലാണ് തിങ്ക്പാഡ് ഓൾറെഡി നല്ല അടിപൊളി ഡിസൈനാണ് അതിൻ്റെ ഇൻസൈഡും എല്ലാ ഭാഗങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കമ്പനി. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് 16 ഇഞ്ചാണ്. 16 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. 16 എന്നുള്ള മോഡലാണിത്. സ്ട്രൈറ്റ് ആയിട്ട് ഈ ഒരു ഡിഗ്രി ഇതിലാണ് ലാപ്ടോപ്പിൻ്റെ ഫോൾഡിങ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സെറ്റപ്പിൽ യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. 360 ഇല്ല, സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് ഫോൾഡിങ്. 200 നൈറ്റ്സിൻ്റെ വൈൽഡ് അൾട്രാ എക്സ്റ്റൻഡ് ഗ്രാഫിക്സ് എന്ന സ്ക്രീനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഫുൾ എച്ച്ഡിയും കുറച്ച് മുകളിലേക്കായിട്ടാണ് ഇതിൻ്റെ സ്ക്രീന് ഉള്ളത്, റെസൊല്യൂഷന്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീനിങ്ങും അതുപോലെ നല്ല ക്ലാരിറ്റിയും ആണ് സ്ക്രീനിനുള്ളത്. HD+IR വരുന്ന വിത്ത് പ്രൈവസി ഷട്ടർ വരുന്ന ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പ്രൈവസി ഷട്ടറിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്യാമറ ക്ലോസ് ചെയ്യാം.
അതുപോലെ ഓപ്പൺ ചെയ്യാം, ആവശ്യാനുസരണം ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ 2 മൈക്രോഫോണും ഫ്രണ്ടിലുണ്ടാവും. പിന്നുള്ളത് നമ്മളെ കീബോർഡ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. കീബോർഡ് വിത്ത് ഫിംഗർ പവർ ബട്ടണാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ലെനോവോൻ്റെ എല്ലാ മോഡലും സെയിം മോഡലായിട്ടുള്ള ഡിസൈനിങ്, തിങ്ക് പാഡിൻ്റെ ഒരു ഡിസൈനിങ് ആയിട്ട് വരുന്ന എല്ലാ മോഡൽസും ഇതിൽ തന്നെ ഉണ്ട്. മൗസിൻ്റെതും മൗസ് പാഡ്, അതുപോലെ തന്നെ ഈ ബാഡ്ജിങ്, ഇൻറ്റലിൻ്റെ ബാഡ്ജിങ്ങും Ultra 7ൻ്റെ ബാഡ്ജിങ്ങും ഈ കാണുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് തിങ്ക് പാഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാണുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് E16 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓഡിയോ ബൈ അർമാൻ്റെ ഓഡിയോ സപ്പോർട്ടറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇതിൽ പറയുന്നുണ്ട് 155 പ്രൊസറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് ഇൻറ്റൽ Ultra 7 155H എന്ന് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തു പറയാനുള്ള ഒരേ ഒരു കാരണം, നമ്മളെ ലാപ്ടോപ്പുകൾ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അതിലൊരു കാര്യമാണ് പ്രൊസസ്സറിൻ്റെ മോഡലുകൾ. പ്രൊസസ്സറിൽ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രൊസസ്സറിൻ്റെ കൂടെ യു ലാസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ യു അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ HX അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോഡൽസ് പ്രൊസസ്സറിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കണ നമ്മളെ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മളൊരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യാനായിട്ട്. എസ് എന്ന് പറഞ്ഞത് സ്റ്റുഡൻസ്, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ യൂസേജിനാണ് എസ് പ്രൊസസ്സർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ യൂസേജ്, നോർമൽ. ഇപ്പോൾ ബിസിനസ് ആയാലും അത് യൂസ് ചെയ്യാറുണ്ട്. ബിസിനസ് എഡിഷൻസിൽ ഒരുപാട് ലാപ്ടോപ്സിൽ യു വരാറുണ്ട്. ഇതൊരു ബിസിനസ് എഡിഷൻ ലാപ്ടോപ്പാണ്. ഇതിൽ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഡെല്ലിൻ്റെ ഒരുപാട് മോഡൽസിൽ യു വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട് യു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നോർമൽ മോഡലാണ്. അതുപോലെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മോഡലാണ്, കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള മോഡലാണ് H പ്രൊസസ്സർ വരുന്നത്. അത് നമുക്ക് ഗെയിമിങ്ങിനൊക്കെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് പ്രൊസസ്സർ വർക്ക് ചെയ്യും. അതാണ് ഈ Hൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ വരുന്നത് HX എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വരുന്നുണ്ട്. HX എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറാണെന്നുണ്ടെങ്കിൽ പക്ക ഗ്രാഫിക്സ്, ഗെയിമിംഗ് ഒക്കെ വർക്ക് ചെയ്യണ അടിപൊളി പ്രൊസസ്സറാണ് HX എന്നുള്ളത്. HX-ഉം അങ്ങനെ HS-ഉം ഒക്കെ ഒരുപാട് മോഡൽ, അങ്ങനെ 2-3 കുറേ മോഡൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന മോഡലും അതിൻ്റെ ഡിഫറൻറ്റുമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിഫറൻ്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് H ആണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രൊസസ്സറാണ്. ഗെയിമിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുമോ അതോ നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊക്കെ സംശയങ്ങളുണ്ടാവും. ഇത് നോർമൽ യൂസിനുള്ള ലാപ്ടോപ്പാണ്. ഗെയിമിംഗ് യൂസിനാണ് എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യും, അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ ഗെയിമിങ് വർക്ക് ചെയ്യും. പക്ഷേ ഗെയിമിങ്ങിനായിട്ട് നിങ്ങൾ സ്പെഷ്യലായിട്ട് കാണുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, ഗെയിമിങ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് വർക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് എന്താ പറയുക, ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പ് എടുക്കുകയാണ് ബെറ്റർ. ഇപ്പോൾ ഈ HX പ്രൊസസ്സർ എന്ന് ഞാൻ പറഞ്ഞു, അതിൽ ഗ്രാഫിക്സ് കാർഡ് വരുന്നതാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. HX-ൽ 2GB 4GB 6GB 8GB ഒക്കെ ഗ്രാഫിക്സ് കാർഡ് വരുന്ന ഒരുപാട് മോഡൽസുകൾ വരുന്നുണ്ട്. അതാണ് നമുക്ക് ഗ്രാഫിക്സ് വർക്കിനും അതുപോലെ ഗെയിമിങ്ങിനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലാപ്ടോപ്സുകൾ. ഏതൊരു ലാപ്ടോപ്പിലും ഗെയിമിങ് യൂസ് ചെയ്യാൻ കഴിയും, പക്ഷേ ആ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ഗെയിമിങ് വർക്ക് ചെയ്യലും നമ്മൾ എഡിറ്റിംഗ് പ്രോഗ്രാമൊക്കെ വർക്ക് ചെയ്യലും. അപ്പോൾ അത് കുറച്ച് സ്ലോ ആവും. ഇതിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾ ഗെയിമിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നവർ, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ഗ്രാഫിക്സ് വർക്ക് മാത്രം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ കൂടെ ഗ്രാഫിക്സ് കാർഡുള്ള മോഡൽസ് വരുന്നുണ്ട്, അതുപോലെ HX പ്രൊസസ്സർ വരുന്ന, അതുപോലെ നല്ല ഗെയിമിങ്ങിനായിട്ടും ഗ്രാഫിക്സിനായിട്ടും വരുന്ന ലാപ്ടോപ്പുകളുണ്ട്. അതെടുക്കും ഏറ്റവും ബെറ്റർ. 2 മോഡലാണ് ഇതിൽ വരുന്നത് കമ്പനി. ഒന്ന് 6GB 8GB 4GB ഗ്രാഫിക്സ് കാർഡ് വരുന്നു, അതുപോലെ 2GB ഗ്രാഫിക്സ് കാർഡ് വരുന്നു. പിന്നെ ഇതിൻ്റെ 14 ഇഞ്ചും വരുന്നുണ്ട്. സെയിം മോഡൽ തന്നെ 14 ഇഞ്ചും വരുന്നുണ്ട്. 14, 15 എന്നായിരുന്നു പുറത്തിറക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം 15 സ്റ്റോപ്പ് ആയിട്ടുണ്ട്. 15.6 ആയിരുന്നു സ്ക്രീനിൻ്റെ സൈസ് വന്നിരുന്നത് ആദ്യം. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ 16 ആണ് സൈസ് വരുന്നത്. E16 എന്ന് പറഞ്ഞിട്ടാണ് മോഡൽ നമ്പർ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളിലത്തെ സ്പെസിഫിക്കേഷൻ കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം, തിങ്ക് പാഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഞാൻ ഇതുവരെ സോൾഡ് ഔട്ട് ചെയ്തതിലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അടിപൊളി ലാപ്ടോപ്പുകളിലുള്ള ലാപ്ടോപ്പാണ് തിങ്ക് പാഡിൻ്റെ ഈ ഒരു ലാപ്ടോപ്പ്. ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം ഇതിൻ്റെ ക്വാളിറ്റി, നല്ലൊരു ഷാർപ്പ്നെസ്, ഷേപ്പും നല്ല അടിപൊളി ലുക്കും ഒക്കെ. ഒരു കളറ് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് ഇതിന് വന്നിട്ടുള്ളത്. മാറ്റ് ഫിനിഷാണ് ബോഡിയിൽ വന്നിട്ടുള്ളത്. അത് ഫിംഗർ ചെറുതായിട്ട് പതിയുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും.
ഫിംഗറിൽ നമ്മൾക്ക് എന്താ പറയുക അങ്ങനെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. മാറ്റ് ഫിനിഷാണ് ബോഡി വന്നിട്ടുള്ളത്. മാറ്റ് ബ്ലാക്ക് ആണ് കളറ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ക്ലാരിറ്റിയും ക്വാളിറ്റിയും വിൻഡോസൊക്കെ നമ്മൾ ആദ്യം ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള കാര്യമാണിത്. ഇതിന് ഈ സ്ക്രീനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. അതുപോലെ തന്നെ കീപാഡ് ലൈറ്റിങ് വരുന്ന കീപാഡാണ് വന്നത്. ലൈറ്റ് വരുന്നുണ്ട്, കീബോർഡിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ റാം വരുന്നത് DDR5 റാമാണ് ഇതിൽ വരുന്നത്. DDR5 5600 എന്ന് പറഞ്ഞ റാമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കൽ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ഓപ്ഷനാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് നോക്കൽ. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുമ്പത്തെ മോഡൽ Gen 1 വന്നിരുന്നത് 2242 ഹാർഡ് ഡിസ്കും അതുപോലെ അതിൻ്റെ എക്സ്ട്രാ 2 സ്ലോട്ട് വന്നിരുന്നു. അത് രണ്ടും 2242 മാത്രമായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. 2242 സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M.2ൻ്റെ മീഡിയം സൈസാണ്. ആ സൈസ് മാത്രമായിരുന്നു Gen 1 സപ്പോർട്ടായിരുന്നത്. Gen 2 വന്നിട്ട് അത് ചേഞ്ച് ആയിക്കണേ എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇതിൽ ഓൾറെഡി റാം DDR5ൻ്റെ റാമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ DDR5 റാം 16GB വന്ന ഈ ലാപ്ടോപ്പിനകത്ത് വേറെ എക്സ്ട്രാ ഒരു സ്ലോട്ടും കൂടി ഉണ്ടാവും. നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റാം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതുപോലെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യം പറഞ്ഞതിൽ 2 സ്ലോട്ട് എക്സ്ട്രാ വരും എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ആ 2 സ്ലോട്ടിലും നമുക്ക് 2242 പകരം 2230, 22 ആൻഡ് 2280 അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നുള്ളത്. അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബാക്ക് ടോപ്പ് നമുക്ക് ഈ 4-6 സ്ക്രൂ റിമൂവ് ചെയ്താൽ ഇത് ഓപ്പൺ ചെയ്തിട്ടേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഈ ബാക്ക് ടോപ്പ് റിമൂവ് ചെയ്താൽ നമുക്ക് വാറണ്ടി ഇഷ്യൂസ് ഒന്നും സംഭവിക്കില്ല. കാരണം ഇത് അപ്ഗ്രേഡ് ഓപ്ഷൻ ഈ ബാക്ക് ടോപ്പിന് അകത്താണ്. കാരണം കമ്പനി അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്ഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മളെ ബോഡി വരുന്നത് അലുമിനിയം ബോഡിയാണ് ഇതിന് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അലുമിനിയം ബോഡിയാണ് ഇതിന് വരുന്നത്. കംപ്ലീറ്റ്ലി അലുമിനിയത്തിൻ്റെ ഫ്രെയിമാണ്. ഫ്രെയിമും ബോഡിയൊക്കെ കംപ്ലീറ്റ് അലുമിനിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഇതിൽ റാം ഇതാ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലോട്ടിൽ റാം വന്നിരിക്കുന്നത്. നമുക്ക് സ്പീഡ് നോക്കാം. സ്പീഡ് മെൻഷൻ ചെയ്തിട്ടുള്ളത് DDR5 5600 ആണ്. 16GB ഒറ്റ പീസ് സിംഗിൾ പീസ് റാമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇൻക്ലൂഡിങ് ആയിട്ട്. SSD 2242 എന്ന് പറഞ്ഞിട്ടുള്ള സൈസിലാണ് ഇതിൽ ഓൾറെഡി 512GB വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ സ്ലോട്ട് വന്നിട്ടുള്ള ഒരു സ്ലോട്ടാണ് ഈ കാണുന്നത്. SSD 2280 സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ടാണ് ഈ കാണുന്നത്. ഓൾറെഡി ഇതിൽ SSD വരുന്നത് 2242 എന്ന സൈസിലാണ് വരുന്നത്, ഒരു മീഡിയം സൈസ്. റാം നമ്മൾ ചെക്ക് ചെയ്തു. റാം ചെക്ക് ചെയ്ത് DDR5 5600 സ്പീഡാണ് വരുന്നത്. 16GB സിംഗിൾ പീസ് റാമാണ് വരുന്നത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സ്ലോട്ടും റാമിന് വരുന്നുണ്ട്. നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള 2 സ്പീക്കർ, ഹർമാൻ്റെ സപ്പോർട്ടറായിട്ട് വരുന്ന 2 സ്പീക്കേഴ്സ് ഇതാണ്. പിന്നെ വേറെ കാര്യപ്പെട്ടൊന്നുമില്ല. പിന്നെ ഫാന്, മദർ ബോർഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ് സാധാ നോർമലി നമ്മൾ മാനുവലായിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു ഹാർഡ് ഡിസ്കിനുള്ള എക്സ്ട്രാ സ്ലോട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള ഒരു ഹാർഡ് ഡിസ്കും ഉണ്ട്. പിന്നെ 2 SSDക്കുള്ള റാമിനുള്ള സ്ലോട്ടും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പുറം ഭാഗത്തായിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ലാപ്ടോപ്പിൻ്റെ പിൻവശം നമ്മൾ കണ്ടു. ഇനി ഇത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. അടിപൊളി ലാപ്ടോപ്പാണ്. എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അടിപൊളി ലാപ്ടോപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ നമ്മളെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ നിൽക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ.